Which of the following is correct? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് പ്രോഫിറ്റ് ആണോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ലോസ് ആണോ? പിന്നെന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റലോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുകയും പ്രോഫിറ്റ് ലെസ് ചെയ്യുകയും ചെയ്യുന്നതാണോ? ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് മൈനസ് ലോസ് ആണോ? ഫുൾ കൺഫ്യൂഷൻ ആയല്ലേ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ക്ലോസിംഗ് ക്യാപിറ്റലിനോടൊപ്പം നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ദെൻ പ്രോഫിറ്റ് ആണ് എങ്കിൽ അത് ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇതാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ആദ്യത്തെ നോക്കിക്കേ, അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തേക്കുവാണ്. അപ്പോഴേ നമുക്കറിയാം അവിടെ ഇക്വേഷൻ തെറ്റി. ഹിയർ ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ, ലോസ് ആയതുകൊണ്ട് ഇവിടെ ലെസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആൻസർ കിട്ടിയല്ലേ? എന്താണ് അഡീഷണൽ ക്യാപിറ്റൽ? ഇവിടെ നമുക്ക് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സിനോടൊപ്പം ആഡ് ചെയ്യുകയും അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ അവിടെ കുറയ്ക്കുകയും ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ഹിയർ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, when statutory reserve for the vendor company is maintained by the purchasing company, then the purchasing company gives debit to. എന്താണ്? Statutory reserve for the vendor company is maintained by the purchasing company. ഓക്കെ, അപ്പൊ നമ്മൾ അമാൽഗമേഷൻ, മെർജർ, അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇവിടെ statutory reserve of the vendor company maintained by the purchasing company അല്ലേ? ദെൻ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ടാണോ? അതോ ഗുഡ്വിൽ അക്കൗണ്ടിലോട്ടാണോ? അതോ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ടാണോ കൊണ്ടുപോകുന്നത്? അല്ലേ? അപ്പൊ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമുക്കിവിടെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാം? മാറ്റാവുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Then, which of the following should be deducted from the share capital to find out the paid up capital? Okay, which of the following should be deducted from the share capital to find out the paid up capital? എങ്ങനെയാണ്? ഏതാണ് നമ്മൾ കുറയ്ക്കുന്നത്? ഏതാണ്? കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിക്കുക അല്ലേ? ഏതാണ്? കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിക്കാം. സോ കോൾസ് ഇൻ അരിയേഴ്സ് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് എളുപ്പമുള്ള ചോദ്യമല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. Then, as per 14, purchase consideration is given is what payable to? അതായത് പർച്ചേസ് കൺസിഡറേഷൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പറയുന്നുണ്ട്. അമാൽഗമേഷന്റെ കേസിൽ, അമാൽഗമേഷൻ അബ്സോർപ്ഷന്റെ കേസിൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഉണ്ട് അല്ലേ? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അസറ്റ് ആവാം, ഷെയർ ആവാം. എന്താണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ആരാണ് കൊടുക്കുന്നത്? ദ ട്രാൻസ്ഫറി കമ്പനി എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ? ഡയറക്ടേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി പേയബിൾ ടു ദ ട്രാൻസ്ഫറർ കമ്പനി അല്ലെ? പർച്ചേസ് കൺസിഡറേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ട്രാൻസ്ഫറി കമ്പനിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി പേയബിൾ ടു ദ ട്രാൻസ്ഫറർ കമ്പനിയാണ് അല്ലെ? അപ്പൊ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് പേ ചെയ്യുന്നത് പേയബിൾ ടു ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സ്. ആർക്കാണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുവാണ്? കൊടുക്കുന്നതാണ്. ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദ ട്രാൻസ്ഫറി കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ
ട്രാൻസ്ഫറർ കമ്പനി. ഇതാണ് transferee company payable to the shareholders of transferor company. ഓക്കെ, അതൊന്ന് ഓർത്തോളൂ കേട്ടോ, ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഹിയർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഷെയർ ഹോൾഡേഴ്സ്, ഒരിക്കലും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ അല്ല. ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതൊരു ക്യാപിറ്റൽ ലോസ് ആണോ റവന്യൂ ലോസ് ആണോ? എന്തായാലും പ്രോഫിറ്റ് അല്ല. ബിക്കോസ് നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോർമൽ ഫേസ് വാല്യൂവിനെക്കാളും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരിക്കലും എന്താവില്ല, പ്രോഫിറ്റ് ആവില്ല. പിന്നെ നമുക്ക് അവിടെ ഉള്ളൊരു ചോദ്യം, അത് ക്യാപിറ്റൽ ലോസിലോട്ടാണോ വരുന്നത് അതോ റവന്യൂ ലോസിലോട്ടാണോ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താണ്, അതൊരു റെക്കറിങ് നേച്ചർ ആണോ നോൺ റെക്കറിങ് ആണോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അല്ലേ? സോ ഇതെന്താണ്? ഹിയർ ഇറ്റ്സ് എ ക്യാപിറ്റൽ ലോസ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that part of share capital which can be called up only on the winding up of a company. ഇവിടെ നമുക്ക് കുറേ ടൈപ്പ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. റിസർവ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, ഇഷ്യൂഡ് ഉണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇതിൽ ഏത് ടൈപ്പ് ക്യാപിറ്റലാണ് നമ്മൾ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഏതെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഇഷ്യൂഡ് ആണോ, ഓതറൈസ്ഡ് ആണോ, സബ്സ്ക്രൈബ്ഡ് ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ. ഏതാണ്? റിസർവ് ക്യാപിറ്റൽ അഥവാ അൺകോൾഡ് ക്യാപിറ്റൽ അല്ലേ? വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, റിസർവ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓർത്തോളുക, ദ റിസർവ് ക്യാപിറ്റൽ ക്യാൻ ബി called up only on the winding up of the company. Okay അല്ലേ? ശരി. So next question നോക്കാം. Average stock level is calculated with which of the following formula? നമുക്ക് സ്റ്റോക്ക് ലെവൽസുകൾ പഠിക്കാനുണ്ട് അല്ലേ? മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. കാരണം ഇതിൻ്റെ ഒക്കെ പ്രോബ്ലംസും നമുക്ക്, ഇക്വേഷനും പ്രോബ്ലംസും ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആവറേജ് സ്റ്റോക്ക് ലെവൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ആണോ? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/4 ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ആണോ? അതോ നമ്മൾ റീ ഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. മിനിമം സ്റ്റോക്ക് പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2 ചെയ്താലും നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും കേട്ടോ. ദിസ് ഇസ് അനദർ ഓപ്ഷൻ. പക്ഷെ നമ്മുടെ ഇക്വേഷൻ ഗിവൺ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്കിവിടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാണ്? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? എന്താണ് ചോദ്യം നോക്കാം. What is EOQ if consumption per year 600 units, carrying cost is 20%, ordering cost is ₹12 per order and price units is ₹20. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? EOQ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം എന്താ വേണ്ടത്? EOQ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല വേണം അല്ലേ? എന്താണ്? 2√2AO by I കേട്ടോ. ഇപ്പൊ ചിലതിൽ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ 2CO by I എന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ
2AO/I എന്നായിരിക്കും. അപ്പം നമുക്ക് എന്താണ് ഏത് രീതിയാണോ നിങ്ങൾ ഫോളോ ചെയ്ത് ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം ആർക്കെങ്കിലും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ ഏത് ഇക്വേഷൻ ആണോ ഏത് ലെറ്റർ വെച്ചാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് വെച്ച് എന്ത് ചെയ്താൽ മതി, കമ്പ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ശരി, സോ 2AO/I. ഇതിൽ നമുക്ക് 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഒന്നും ചെയ്യണ്ട. ഇനി നമുക്കിതിൽ A എന്താണ്, O എന്താണ്, I എന്താണെന്ന് പഠിച്ചാൽ എളുപ്പമായി. A എന്ന് പറയുന്നത് ആനുവൽ കൺസെപ്ഷൻ ആണ്. സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മന്ത്ലി കൺസെപ്ഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് അതിനെ ആനുവൽ കൺസെപ്ഷൻ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ആനുവൽ കൺസെപ്ഷൻ ആയിട്ട് തന്നെ എടുക്കണം, മാറിപ്പോവരുത്. ക്വസ്റ്റ്യനിൽ പെർ ഇയർ കൺസെപ്ഷൻ അല്ല, മന്ത്ലി ആണ് എങ്കിൽ 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് അത് ആനുവൽ തന്നെ ആക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇക്വേഷനിൽ നമുക്ക് ആനുവൽ കൺസെപ്ഷൻ തന്നെ വേണം, നിർബന്ധമാണ് അല്ലേ. സോ ആനുവൽ കൺസെപ്ഷൻ, ഓക്കെ, ഇതിന് നമുക്ക് C എന്നോ A എന്നോ മീൻ ചെയ്യാം കേട്ടോ. സോ ആനുവൽ കൺസെപ്ഷൻ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? കൺസെപ്ഷൻ പെർ ഇയർ എന്താണ്? 600. ഓക്കെ, ക്യാരിയിങ് കോസ്റ്റ് ഈസ് 20%. ക്യാരിയിങ് കോസ്റ്റോടെ നിൽക്കട്ടെ. നമ്മൾ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ആണ് പെർസെൻറ്റേജിലാണ് തരിക. ഈ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റിന് നമ്മൾ പെർസെൻറ്റേജ് തരുമ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ് പ്രൈസ് വെച്ച് നമ്മളത് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. യൂണിറ്റ് പ്രൈസ് എത്രയാണ് പറഞ്ഞത്? 20 ആണ് അല്ലേ. സോ നമ്മൾ നോക്കിക്കേ, 20%. എന്തിന്റെ 20% എടുക്കാനുള്ളത്? 20ന്റെ 20% ആണ്. നോക്കാം നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. സോ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഓൾവേസ് ഇങ്ങനെയാണ് കേട്ടോ, ഇവർ തമ്മിലാണ് ബന്ധം. ഓക്കെ, അതൊന്ന് ഓർത്തോളുക എളുപ്പത്തിന്. ഇനി ഓർഡറിങ് കോസ്റ്റ് ഡയറക്ട്ലി ഗിവൺ ആണ്, ഒന്നും ചെയ്യണ്ട. 12 രൂപ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ EOQയിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ ഇക്വേഷന് മുമ്പേ നമുക്കൊരു കാൽക്കുലേഷൻ വരുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അത് പെർസെൻറ്റേജ് തന്നിരിക്കും, അത് കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് എന്ത് ചെയ്യുക, അതിൻ്റെ പെർസെൻറ്റേജ് എടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. 2 കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. സോ A, O, I എല്ലാം കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിത് ഇക്വേഷനിലോട്ട് ഇട്ടേച്ചാൽ മതി. ഒന്ന് നോക്കാം. 2 × 600 × 12 ഡിവൈഡഡ് ബൈ 4 അല്ലേ. സോ നമുക്കിവിടെ പോകാമല്ലോ, ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് പോകാം. സോ 3,600 എന്ന് നമുക്ക് കിട്ടും. സോ റൂട്ട് എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? ഏതിൻ്റെതാണ് 3,600? 60 ആണ് അല്ലേ, 16 ആണ്. കിട്ടിയല്ലോ, കറക്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവിടെ EOQ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇക്വേഷൻ പഠിക്കുക. √AO/I. അതിൽ A ആനുവൽ കൺസെപ്ഷൻ, O stands for ordering cost and I stands for inventory carrying cost. ഇതിൽ നമുക്കിവിടെ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഡയറക്ട്ലി ഗിവൺ അല്ല, നമ്മൾ റിലവൻറ്റ് ഇൻഫർമേഷൻസ് വെച്ചത് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഇക്വേഷനിലോട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. നോക്കാം, 2 × 600 × 12 ഡിവൈഡഡ് ബൈ I. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3,600 എന്ന് കിട്ടും. റൂട്ട് എടുക്കുക. എപ്പോഴും നമുക്കിങ്ങനെ റൂട്ട് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ വേണ്ട, എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. സോ 60 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ നോക്കിക്കേ, 60 ഉണ്ടോ? യെസ്, ഓപ്ഷൻ C ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, 60 യൂണിറ്റ്സ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇപ്പം നമുക്ക് കോസ്റ്റിംഗിൽ, ടൈപ്പ് ഓഫ് കോസ്റ്റിംഗിൽ, ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ഏരിയകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് എന്നുള്ള ഏരിയയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക? ഇത്തരത്തിൽ ഓരോ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രികൾ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാകും.
കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്? കോൺട്രാക്ട് എന്താണ്? അതായത് ഒരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ആയിരിക്കും അല്ലേ? അപ്പൊ ഏതാണ്? അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രികളാണ് അല്ലേ? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രികളാണ്. അതായത് ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഏത് ടൈപ്പ് ആയിരിക്കും? സർവീസ് കോസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? സർവീസ് കോസ്റ്റിംഗ് ആയിരിക്കും. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഈ പറഞ്ഞതുപോലെ എന്താണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഇനി ഷുഗർ മിൽസ് ഒക്കെ ആണെങ്കിലോ, സിമന്റും ഷുഗർ മിൽസും ഒക്കെ എന്താണ്? പ്രോസസ് കോസ്റ്റിങ്ങിനകത്താണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ കേട്ടോ. ബാച്ച് കോസ്റ്റിങ്ങിന്റെ ബേസിലോ ജോബ് കോസ്റ്റിങ്ങിന്റെ ബേസിലോ ഒക്കെ ഇതുപോലെ എക്സാമുകൾ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാൻ കൂടുതലും ചാൻസ്. അപ്പൊ ഇവിടെ ഓർത്തോളുക, ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. So next one, which of the following statement is or are not correctly matched? Okay, total fixed cost. Total fixed cost എന്ന് വെച്ചാൽ എന്തുവാണ്? Remain fixed in total. Per unit ചേഞ്ച് ചെയ്യുമെങ്കിൽ total remain fixed. Standard cost, what cost should be? അല്ലേ, ഉറപ്പായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ ഒരു പർപ്പസ് അത് തന്നെയാണ്, ടു ഫൈൻഡ് ഔട്ട് വാട്ട് കോസ്റ്റ് ഷുഡ് ബി. കറക്റ്റ് ആണ്. രണ്ടുപേർക്ക് നമുക്ക് ടിക്ക് കൊടുക്കാം. പീരീഡ് കോസ്റ്റ്. പീരീഡ് കോസ്റ്റ് ആഡഡ് വാല്യൂ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് അല്ല. പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് ആഡഡ് വാല്യൂ ഓഫ് ന്യൂ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് പീരീഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടേം ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് തെറ്റാണ്. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഇൻകോർഡ് കോസ്റ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? നമുക്കിത് സി ആണ്, ഒട്ടും മാച്ച് ചെയ്യാതെ നിൽക്കുന്ന ആള് അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്താണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് സിസ്റ്റം? എന്താണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് സിസ്റ്റം? ഇത് ഏത് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ഏത് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത് എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ജിറ്റ് സിസ്റ്റം ആണോ, ഫിനാൻഷ്യൽ സിസ്റ്റം, നെറ്റ്വർക്ക് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമുക്ക് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ജിറ്റ് സിസ്റ്റം ആണ്. ജിറ്റ് സിസ്റ്റം എന്താണ്? ജിറ്റ്, വാട്ട് യു മീൻ ബൈ ജിറ്റ്? ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ്. നമ്മൾ മെയിൻ്റനൻസ് ഓഫ് സ്റ്റോക്ക് ലെവൽസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രധാനമായി പറയുന്ന പല ടൈപ്പ് അനാലിസിസ് ഉണ്ട്. ABCD അനാലിസിസ്, വെഡ് അനാലിസിസ്, ജിറ്റ് അനാലിസിസ്, FSN അനാലിസിസ് അല്ലേ? അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് ജിറ്റ് അനാലിസിസ് അഥവാ ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ്. അതായത് ജിറ്റ് അനാലിസിന്റെ പ്രത്യേകത, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോക്ക് എന്ത് ചെയ്യുന്നില്ല, ഓൾറെഡി മെറ്റീരിയൽ മുൻകൂട്ടി എന്ത് ചെയ്യുന്നില്ല, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നില്ല. നമ്മളൊരു പ്രൊഡക്ഷന് തൊട്ട് മുന്നേ ആയിരിക്കും നമ്മളത് എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്യുന്നത്. സോ ഒരു ജിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ജിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമുക്കവിടെ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നില്ല അല്ലേ? നമുക്കവിടെ വെയർ ഹൗസ് ഫെസിലിറ്റികൾ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. പ്രൊഡക്ഷന് മുമ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് അറൈവ് ആവുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യാം. കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ ഇത്തരത്തിലൊരു ജിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് സപ്ലൈസുമായിട്ടൊക്കെ വളരെ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ തക്കമുള്ള ഒരു സപ്ലയർ അവർക്ക് ഉണ്ടായിരിക്കണം അല്ലേ? എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതാണ് ഒരു ജിറ്റ് സിസ്റ്റം, ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ് അവിടെ പറയുന്നത്. സോ ഇതെങ്ങനെയാണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് നമ്മൾ അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ ഓരോ സ്റ്റേജസിലുമുള്ള വർക്കിംഗ് പ്രോഗ്രസ്സോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല അല്ലേ? ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫ്രം ബിഗിനിങ് ടു എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റോക്ക് റെക്കോർഡ്സ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെറ്റീരിയലോ വർക്കിംഗ് പ്രോഗ്രസ്സോ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല.
വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു പോവുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ജഡ്ജ് സിസ്റ്റത്തിന് എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒരു ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. So the next question, the process of collecting cost data through an accounting system. കോസ്റ്റ് ഡേറ്റ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുക ഫോർ അല്ലെ കോസ്റ്റ് അസർടൈൻമെന്റ് അല്ലെ. അപ്പൊ നമ്മൾ ആ കോസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് ടേം ചെയ്യുന്നത്, കോസ്റ്റ് അപ്പോർച്ച്മെന്റ് എന്നാണോ, കോസ്റ്റ് അലോക്കേഷൻ ആണോ, കോസ്റ്റ് അക്യൂമുലേഷൻ ആണോ, അതോ ഈ പറയുന്ന ടേമുകളൊന്നും നമുക്കിത് ആൻസർ കണ്ടെത്താൻ പറ്റില്ലേ? എന്താണ്? സോ കളക്ഷൻ ഓഫ് കോസ്റ്റ് ഡേറ്റ ത്രൂ ആൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് നമ്മൾ ടേം ചെയ്യുന്നത് കോസ്റ്റ് അക്യൂമുലേഷൻ എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എന്താണ്? ദ പ്രോസസ് ഓഫ് കളക്ടിങ് കോസ്റ്റ് ഡേറ്റ ത്രൂ ആൻ അക്കൗണ്ടിങ് സിസ്റ്റം ഇസ് ടേംഡ് ആസ് കോസ്റ്റ് അക്യൂമുലേഷൻ അല്ലേ. കോസ്റ്റ് അക്യൂമുലേഷൻ എന്നാണ് നമ്മൾ ടേം ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈം കോസ്റ്റ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് നമുക്ക് എന്താണ് ആ ഒരു പ്രോസസ്സിൽ കിട്ടുന്ന റിസൾട്ട്? കൺവേർഷൻ കോസ്റ്റ് ആണോ, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണോ, ടോട്ടൽ കോസ്റ്റ് ആണോ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണോ? നമുക്കറിയാം പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലേ. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം എന്താണ്? ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്കവിടെ എന്താ കിട്ടുക? നമുക്കവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്, അതുമല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം ഒരേ ആള് തന്നെയാണ്, പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം അല്ലേ. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് നമുക്ക് ആൻസർ എങ്ങനെ പറയാം? പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് ടേം ചെയ്യാം. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലോട്ട് പോകുമ്പോഴാണ് കൺവേർഷൻ കോസ്റ്റ് ഉണ്ടാവുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും മാത്രമല്ല, അതിനുള്ളിൽ സെല്ലിങ്, അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വന്നാലേ ടോട്ടൽ കോസ്റ്റ് ആവുകയുള്ളൂ. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്കവിടെ പറയാൻ പറ്റില്ല അല്ലേ. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് അതും പറയാൻ പറ്റില്ല. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് കറക്റ്റ്. അതിൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് ഒന്നോ വർക്ക് കോസ്റ്റ് ഒന്നോ നമുക്കവിടെ ടേം ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. The cost that is irretrievable by managerial actions and not relevant to the current decision making. അപ്പോൾ നമുക്ക് പാസ്റ്റിൽ ഇൻകോർഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്, പക്ഷെ നമുക്കൊരു ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിൽ അതിന് റിലവൻസ് ഇല്ല അല്ലേ. ഏത് കോസ്റ്റിനെയാണ് നമ്മൾ പഠിക്കുന്നത്? ജോയിന്റ് കോസ്റ്റ് ആണോ, സങ് കോസ്റ്റ് ആണോ, ലേബർ കോസ്റ്റ് ആണോ? ഇവയൊന്നുമല്ലേ. ഏതാണ്? സങ് കോസ്റ്റ് ആണ് അല്ലേ. എന്താണ് നമ്മൾ സങ് കോസ്റ്റ് പറയുക? പാസ്റ്റിൽ ഇൻകോർഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് ആ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് റിലവൻ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് അത് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് എങ്കിൽ, പാസ്റ്റിൽ ഇൻകോർഡ് ആവുന്നെങ്കിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് രണ്ടും പാസ്റ്റിൽ ഇൻകോർഡ് ആവുന്നതാണ്, പക്ഷേ ഒരു ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിൽ ഏതെടുക്കില്ല, സങ്ക് കോസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഹിയർ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സങ്ക് കോസ്റ്റ്. The next one, the value of benefit sacrificed in favor of an
ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഏത് ടൈപ്പ് കോസ്റ്റിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് ആണോ, സ്റ്റെപ്സ് ആണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, ബെനിഫിറ്റ് കോസ്റ്റ് ആണോ? ഒരു ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുക? ആ ഒരു ടാസ്ക് ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുമ്പോൾ പല ഓൾട്ടർനേറ്റീവുകളും നമ്മൾ റിജക്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടോ ഫോർഗോൺ ചെയ്തുകൊണ്ടോ ആയിരിക്കും നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ്, ആ ഒരു ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന എന്താണ് അത്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ്സുകൾ നമുക്ക് എന്തെന്ന് പറയാം? അത്തരത്തിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് എന്തെന്ന് പറയാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വി ഹാവ് 3 ഓൾട്ടർനേറ്റീവ്സ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ് ഇവിടെ? ബാക്കി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് മാറ്റി ഷെയറിൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റുകളും നമ്മൾ ഫോർഗോൺ ചെയ്തുകൊണ്ട് നമ്മളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ അതർ 2 ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റിനെ നമ്മൾ ഫോർഗോൺ ചെയ്തുകൊണ്ട് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. സോ ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ്, നമ്മൾ സാക്രിഫൈസ് ചെയ്തു, അതർ 2 ഓപ്ഷൻ നമ്മൾ സാക്രിഫൈസ് ചെയ്തു ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓഫ് ആക്ഷൻ ഇസ് ടേംഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. റീഓർഡർ ക്വാണ്ടിറ്റി 2000 യൂണിറ്റ്സ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്? ഒരു മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ആണ്. നമുക്ക് ഇൻഫർമേഷൻസ് നോക്കാം. റീഓർഡർ ക്വാണ്ടിറ്റി 2000 യൂണിറ്റ്സ്, ലീഡ് ടൈം 4 to 8 weeks, യൂസേജ് മാക്സിമം യൂസേജ് 500 യൂണിറ്റ്സ് പെർ വീക്കും, നോർമൽ യൂസേജ് 400 യൂണിറ്റ്സും പെർ വീക്ക് ബേസിലാണ്. ഇനി മിനിമം യൂസേജ് ആണെങ്കിൽ 300 യൂണിറ്റ്സ് പെർ വീക്കുമാണ്. ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മാക്സിമം സ്റ്റോക്ക് ലെവലാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ? മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ അറിയണം. നോക്കാം. മാക്സിമം സ്റ്റോക്ക് ലെവൽ നോക്കിക്കേ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? റീഓർഡർ ലെവൽ, ഓക്കെ, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഈ റീഓർഡർ പീരീഡിനെയാണ് കേട്ടോ നമ്മൾ ലീഡ് ടൈം എന്ന് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്? റീഓർഡർ ലെവൽ തന്നിട്ടുണ്ടോ? റീഓർഡർ ലെവൽ തന്നിട്ടില്ല. നമുക്ക് റീഓർഡർ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടോ? യെസ്, റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി എത്രയാണ്? 2000 യൂണിറ്റ്സ്. ഇത് ബേസിക് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ നോക്കുക, ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ അതിൽ റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്. മിനിമം യൂസേജ്
മിനിമം റീഓർഡർ പീരീഡ്. രണ്ടും ക്വസ്റ്റ്യനിലുണ്ടല്ലോ. മിനിമം യൂസേജ് ഇതേ കാണിക്കുന്നുണ്ട്. യൂസേജ് എന്താണ്? മിനിമം യൂസേജ് എത്രയാണ്? 300 യൂണിറ്റ്സ് അല്ലേ. ഇനി റീഓർഡർ പീരീഡിൽ 4 to 8 എന്ന് പറയുമ്പോൾ 4 മിനിമവും 8 മാക്സിമം എന്നാണ് മീനിങ് അല്ലേ. മിനിമം റീഓർഡർ പീരീഡ് 4, മാക്സിമം റീഓർഡർ പീരീഡ് 8 എന്നാണ്. സോ നമുക്കിവിടെ വേണ്ടത് മിനിമം റീഓർഡർ പീരീഡ് ആണ്. സോ 4. സോ ഇത്രയും നമുക്ക് ഇക്വേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ആകെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് റീഓർഡർ ലെവൽ മാത്രമാണ്. ബാക്കി എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാം. റീഓർഡർ ക്വാണ്ടിറ്റി 2000, മിനിമം യൂസേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300, മിനിമം റീഓർഡർ പീരീഡ് നമ്മൾ 4 to 8 weeks മീൻസ് 4 മിനിമവും 8 മാക്സിമം എന്നാണ്. സോ മിനിമം റീഓർഡർ പീരീഡ് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി റീഓർഡർ ലെവലും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനിലിട്ട് ആൻസർ കണ്ടെത്താം. റീഓർഡർ ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുക മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് അല്ലേ. മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്? റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്താലോ? മാക്സിമം യൂസേജ് എത്രയാണ്? 8 ആണ് അല്ലേ. മാക്സിമം റീഓർഡർ പീരീഡ് 8 ആണ്. മാക്സിമം യൂസേജ് എത്രയാണ്? 500 ആണ് അല്ലേ. ഏതാണ് പക്ഷെ ഞാൻ എഴുതിയത് എന്താണ്? തിരിഞ്ഞുപോയി. എന്താണ്? യൂസേജ് 500 കേട്ടോ. എങ്ങനെയാണ്? ദേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റീഓർഡർ പീരീഡ് എവിടെയാണ്? 8 ആണ്. എന്താണ്? മാക്സിമം അല്ലേ. 8 ആണ് മാക്സിമം. സോ എത്ര കിട്ടും? 4000. നമുക്ക് റീഓർഡർ ലെവൽ എത്രയാണ് കിട്ടുക? 4000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് റീഓർഡർ ലെവൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം അല്ലേ. നമുക്കൊന്ന് ഇക്വേഷനിലിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. റീഓർഡർ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് അല്ലേ. സോ റീഓർഡർ ലെവൽ നമുക്ക് എത്രയാണ് തൊട്ട് മുമ്പേ കിട്ടിയത്? 4000 യൂണിറ്റ്സ് എന്ന് കിട്ടി അല്ലേ. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 2000 യൂണിറ്റ്സ്. മിനിമം യൂസേജ് നമ്മൾ നേരത്തെ പറഞ്ഞു 4. സോറി, മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 4. തിരിഞ്ഞു പോയി അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. മിനിമം റീഓർഡർ പീരീഡ് 4, മിനിമം യൂസേജ് 300 അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന പോലെ തന്നെ എമൗണ്ടും കൺസ്ട്രക്ട് ചെയ്യുക. തിരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ എന്ത് എഴുതിയോ അതേ രീതിയിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ തിരുത്തി എഴുതിയതാണ്. അപ്പോൾ മിനിമം യൂസേജ് 300, മിനിമം റീഓർഡർ പീരീഡ് 4. നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാമായി ഒന്ന് നോക്കാം. എത്രയാണ് നമുക്കിവിടെ വരിക? 4000, 2000 നമുക്ക് എത്ര വരും? 6000 എന്ന് വരും. ദെൻ മൈനസ് എത്രയാണ്? 1200 എത്രയാണ്? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുക? 6000 നിന്ന് 4200 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 4800 എന്ന് കിട്ടും അല്ലേ. 4800 യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. 4800 യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ ശരി, എങ്ങനെയാണ് ഒരിക്കൽ കൂടി ഇക്വേഷൻ മനസ്സിലാക്കുക.
റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ്. ഇതിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ആരെയാണ്? റീഓർഡർ ലെവല് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എങ്ങനെയാണ്? മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, അത്തരത്തിലുള്ള പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഏരിയ നന്നായിട്ട് പഠിച്ചോളുക.